ഭാഗ്യമുണ്ട്. കാര്യം വെക്കണം. ഭഗവാൻ കാണിച്ചു ഈ നമ്പർ അതിൻ്റെ ഭാഗ്യമുണ്ട്. ഉറപ്പാണ് സത്യം. അത് ഭഗവാൻ കാണിച്ചത് സത്യം വേണ്ട. അത് കാശയിലുണ്ട് 500 ഉണ്ട്. ഞാൻ കണ്ടത് എവിടെ കണ്ടു? ഞാൻ കണ്ടത് കാശില്ലേട്ടാ, ആകെ ടൈറ്റാ. ഇതിന് മോളിലുണ്ട് പൈസ. എനിക്ക് വേണ്ട. പൈസ ഉണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്. പൈസയിൽ 500 ഞാൻ കാണിച്ചായിരുന്നു. 400. 400 മടുക്കിട്ട് ആരൊക്കെ ടിക്കറ്റ് എടുക്കുക? അല്ല ഇതിന് മോളിലുണ്ട്. എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം എൻ്റെ പൈസ വേണ്ടേ? പൈസയിലുണ്ട് 500. ദൈവം കാണിച്ചത്. ദൈവം അങ്ങനെ പലതും കാണിക്കും. അങ്ങനെ പറയുന്നത് ആ നിമിത്തം. എന്നാ ഭഗവാനോട് എനിക്കൊരു 500 തരാൻ പറ. അങ്ങനെയാണ് ഞാൻ ഇത് എടുക്കാം. തരും. ഇതിലുണ്ട്. ടെക്നിക്കല്ല. അല്ല ടെക്നിക്കല്ല കേട്ടോ. അത് ഭഗവാൻ സാക്ഷിയത് ടെക്നിക്കല്ല. അത് നിങ്ങളങ്ങനെ വിചാരിക്കരുത്. എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇത് മോളെ അച്ഛനെ പോലെ ഒന്ന് കരുതി തരും. ഈ കാശില്ലാണ്ടാണ് കാശയിലുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ചേട്ടാ? ഇതിൽ പ്രൈസ് കിട്ടിയില്ല കാശ് ഞാൻ തിരിച്ചു തരും. ഉറപ്പ്. എന്നാ പിന്നെ അതെനിക്ക് ഫ്രീ ആയിട്ടൊന്നുമില്ല. ഫ്രീ അല്ല. ഇതിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ വന്നത് ഞാനാണെന്ന് ഞാൻ എവിടെ വരുന്നത് കൊടുക്കല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ ഉണ്ട് ഭാഗ്യം. 491650 കണ്ടില്ലേ? നമ്പറൊക്കെ അടിപൊളി. അതിന്റെ തുടർച്ച തന്നെയല്ലേ. 491653. ഇതിനാണ് പ്രൈസ്. 50 1650. ഓക്കെയാണ്. പ്രലോഭനം. പ്രലോഭനല്ലേ? അത് അങ്ങനെ വിചാരിക്കരുത്. സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇത്രയും ലോകം ഞാൻ കൊടുക്കേണ്ടിരുന്ന് വന്നിട്ട് അങ്ങനെ മോളിങ്ങനെ നിർബന്ധിതമായിട്ട് വലിയ 200 ആണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. പക്ഷെ 400 മണിക്ക് ഇപ്പൊ എടുക്കാൻ പറ്റില്ല. പ്രൈസ് ഇല്ല എന്ന് തിരിച്ച് ഞാൻ തരും. തന്നിരിക്കും. ഞാൻ പിന്നെ ചേട്ടനെ കാണൂല, ചേട്ടനെ എന്നെയും കാണൂല. ഞാൻ ഇവിടെ തന്നെ കച്ചവടം. ആ സെക്യൂരിറ്റി ചോദിച്ചു ഞാൻ ഇവിടെ തന്നെ. ഞാൻ ഇവിടെ വഴിപാട് ഞാൻ ഒരു ടിന്ന് എണ്ണ കൊടുത്തു. ഒരു ടിന്ന് എണ്ണ കൊടുത്തു. അതാണ് ഞാൻ പറയുന്നത്. പേടി വേണ്ടട്ടാ. അല്ല മോൾക്ക് ഇതിലുണ്ട് സത്യമായിട്ട്. അല്ലയോ അതെന്തോ മുഖലക്ഷം കണ്ടു. അതിന്റെ പേര് പറഞ്ഞു കേട്ടാ. ഈ ടിക്കറ്റിന്റെ വില 400. അതിന് കാശ് കാര്യം ഓക്കെയാണ്. അല്ല എവിടെ വീട്? അങ്ങോട്ട് പോട്ടെ. ഭഗവാന്റെ അരിയത്ത് വന്നു. നിങ്ങൾക്കൊരു ദൈവത്തിന്റെ ചൈതന്യമുണ്ട്. അതങ്ങനെ പലതും പറയും. പലതും പറഞ്ഞിട്ട് പ്രലോഭനം ചെയ്തിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത്രയും തീക്ഷമായിട്ടുള്ള ഒരു സംസാരിക്കുന്നതായിരിക്കുന്ന ആ കാര്യത്തിൽ ആ കേട്ടാണ് തരും. ഭാഗ്യമുണ്ടല്ലോ ശരി അറിയാലോ. അതാണ് സംസാരം. ഇത് പേടി. ഓക്കെ ശരിയായിട്ട് ഭഗവാനാര് കാണിച്ചു. ഇത് പേടി. അങ്ങനെ ഒരു പ്രലോഭനം ചെയ്തിട്ട് നിങ്ങൾ അതിങ്ങനെ ഒരു 20 കോടി മേടിക്കാനായിരിക്കും സംവിധാനം. 20 കോടി എടുക്കാനുള്ള കാശ് എൻ്റെ അടുത്ത് വേണ്ടേ? അതില്ലെങ്കിൽ കാശ് ഞാൻ തിരിച്ചു ഒന്ന് പോയേ. വിറ്റ് പോയ ടിക്കറ്റിന്റെ കാശ് നിങ്ങൾ തിരിച്ചു. ഓക്കെ ദൈവം സാക്ഷിയാണ്. എന്നാ ഞാൻ കട എടുക്കട്ടെ. ഫോൺ നമ്പർ അടിച്ച പൈസ എന്തിനാ ഫോൺ നമ്പർ? എൻ്റെ മുഖച്ചിട്ട് ആരും മൊബൈലുണ്ടല്ലോ. അതുണ്ട്. അപ്പൊ എന്നെ കാണാൻ എളുപ്പത്തിൽ പിടിക്കും. എന്തിനാ പിന്നെ അങ്ങനെ നീണ്ടു പോകണം? എൻ്റെ ചിത്രം മൊബൈൽ എനിക്ക് അതുകൊണ്ട് ഇത് എടുക്കും. ഇത് ഒന്നും പറയുന്നു. ഇത് ഞാൻ പോസ്റ്റ് കടം തരുമോ? കടത്തിന് കടം തരൂല. വേണ്ട, എനിക്ക് കടം തരൂല. അല്ല മൊബൈൽ നിങ്ങൾ എൻ്റെ ഫോട്ടോ കണ്ട ആ കാശ് വരാൻ പറഞ്ഞു. ഓക്കെ ഞാൻ എടുത്തു. വേണ്ട ചേട്ടാ. അല്ലല്ല അത് ന്യായത്തിൽ സംസാരിക്കേണ്ട രീതിയിൽ എന്തായാലും എൻ്റെ കാര്യം നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല എന്നാണ് അതിൻ്റെ സംസാരം. അതാണ് കാര്യം.
എൻ്റെയും നിങ്ങളും രണ്ട് കുടുംബം രക്ഷപ്പെടും. ഞാനും നിങ്ങളും രക്ഷപ്പെടും. രണ്ട് കുടുംബം ഇതുവരെ രക്ഷപ്പെട്ടില്ല. അപ്പോ ഇല്ല അതെന്താ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മാതിരി കോടീശ്വരന്മാരെ പറഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ കാര്യം എന്ത് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. എത്ര നാളായപ്പോ ഇവിടെ ലോട്ടറി വെക്കണം? ഞാനിപ്പോൾ ഒരു വർഷമായി. ഒരു കൊടുങ്ങല്ലൂര് സ്ഥലം. കൊടുങ്ങല്ലൂർ. അപ്പൊ എന്താ കൊടുങ്ങല്ലൂര് വിൽക്കാതെ എന്താ ഈ ഗുരുവായൂർക്ക് വന്നത്? കൊടുങ്ങല്ലൂർ ദേവിനെ തൊഴുത് അവിടെ വഴിപാടൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നു. ഗുരുവായൂരപ്പനെ കാണണം. ഗുരുവായൂരപ്പനെ ഡെയിലി കാണുമോ? കാണണം. അവിടെ വഴിപാടുണ്ട്. ആ. പിന്നെ ഇപ്പോൾ നേരെ പോണത് ഗുരുവായൂർ കഴിക്കാനുള്ളതിലോ എൻ്റെ കച്ചവടം. കച്ചവടം അവിടെ ഇഷ്ടം പോലെ പേര് കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ ഞാൻ അവിടുത്തെ യൂണിയനാണ്. അതാ പറയുന്നത്. അപ്പോൾ മനസ്സിലായി. മനസ്സിലായിട്ട് എന്താ കാര്യം? കാശില്ലല്ലോ. കാശ് അതിനുണ്ട്. ദൈവനായിട്ടുണ്ട്. അതിനകത്ത് കാശില്ല. ഉണ്ട്. അത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ നിങ്ങളെ എനിക്കറിയാമെങ്കിൽ എന്നെ നിങ്ങൾക്ക് അറിയില്ല. എന്ത്? എന്ത്? നിങ്ങളെ എനിക്കറിയാമെങ്കിൽ എന്നെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളെ എനിക്കറിയാമെങ്കിൽ എന്നെ നിങ്ങൾക്ക് അറിയില്ല. അതൊരു ഡയലോഗാണ്. അങ്ങനെയൊന്നല്ല. എനിക്ക് നിങ്ങൾക്കൊരു നിമിഷം സന്ദർഭം കിട്ടുവാൻ ആദ്യം അത്രയും നമ്മൾ കാത്തിരുന്നു. എന്നോട് സംസാരിച്ച കച്ചവടം നടത്തില്ല കേട്ടാ. അത് അതുകൊണ്ട് ഞാൻ ദീർഘിച്ച് പോകുന്നില്ല. ഞാൻ ഭഗവാനെ കണ്ടു, നാളെ കണ്ടു, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. എനിക്കോ ഒട്ടില്ല. പറഞ്ഞ വാക്ക് നിങ്ങളത് മുടിച്ച് കളയും. അത് കാര്യമായിട്ട് എടുക്കുക. നിങ്ങൾ കിട്ടിക്കുക. കാര്യം സമ്മാനം. ഇതെന്നെ നറുക്കെടുക്കണ 24-ാം തീയതി. ഏത് ബമ്പറാത്? ഇതല്ലേ ക്രിസ്മസ്. ആ, ക്രിസ്മസ് ബമ്പറ. ഒന്നാമത് പൊട്ടി പൊളിഞ്ഞ് കുത്തുവാതെ എടുത്തിരിക്കുന്ന സമയമാണ്. ആ നേരത്തെ ഞങ്ങൾക്ക് നിങ്ങളുടെ കഥയിൽ പോകും. ചേട്ടന് ഞാൻ ഈ ടിക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ ഞാൻ 400 റുപ്യ തരണം. അതിപ്പോൾ നിങ്ങൾക്ക് ഈ കാശ് എനിക്കൊരു കടം തന്നു കഴിഞ്ഞാൽ ഇത് അടിച്ച് ഞാൻ ചേട്ടന് വിളിച്ചു. അല്ല, നിങ്ങൾ ഈ മുടക്കുന്ന കാശ് ഇത് പോയില്ല. ഇതിൻ്റെ ഇരട്ടിക്കരട്ടി കാശ് ഇത്. അങ്ങനെ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതല്ല, നിങ്ങൾ ഇരട്ടിക്കരട്ടി എന്നെ കാണുമ്പോൾ നിങ്ങൾ ചേട്ടൻ ഞാൻ പറഞ്ഞ വാക്കി കുതിച്ച് അക്ഷരം പ്രതി തെറ്റില്ലാതെ എനിക്കത് പ്രതിച്ചു എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ വകയായിട്ട് നിങ്ങൾ എന്നെ പ്രലോഭനത്തിൽ പെടുത്തരുത്. ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ ഞാൻ എത്രയും ചെലവ് ചെയ്യും. ഞാൻ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യും. വീഡിയോ പോസ്റ്റ് ചെയ്യും. കുഴപ്പമില്ല. ഒരാളെ നമ്മൾ കാണിക്കുമ്പോൾ അനുവാദം ചോദിക്കണം. അനുവാദമില്ലാതെ നിങ്ങളോട് സംസാരിക്കുക. എൻ്റെ അനുവാദമാണ് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ അനുവാദം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അറിയാമോ? അപ്പൊ പണി നടത്തിട്ടെ. ഞാനായിട്ട് മുടക്ക് സംസാരിച്ചെന്നാ വിൽക്കാൻ പറ്റില്ലല്ലോ. ഇത് എന്ത് പറയുന്ന അഭിപ്രായം? അത് ആർക്ക് ഭാഗ്യവാൻ വരട്ടെ. ഭാഗ്യവാനിപ്പോൾ നിങ്ങളല്ലാതെ ആരുണ്ട്? ഇത് അടുത്ത ആളോട് തന്നെ ഡയലോഗ് ഇറക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന നിൽപ്പില്ലേ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളിവിടെ വീക്ഷിക്കും. ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുമ്പോൾ ചെയ്യില്ല. എന്നിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ ചെയ്യും. ഏതാണോ ദൈവ സാക്ഷ്യത്തിൽ നിങ്ങൾ ചെയ്യും. അത് നിങ്ങൾക്ക് നന്നായൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയിൽ നമ്മളുടെ ജീവിതം നിൽക്കരുത്. തെറ്റിദ്ധാരണ മനുഷ്യനെ കളയും. സംശയങ്ങൾ മനുഷ്യനെ കളയും. അതാണ് മനുഷ്യൻ്റെ മനസ്സ്. അതാണ് ദൈവം. കേട്ടോ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങളെ ഉൾക്കൊണ്ട് നിങ്ങൾ എന്നിൽ നിന്നും ഉൾക്കൊണ്ടിട്ടില്ല. സംസാരം പുറത്താണ്. ഞാൻ പറയുന്ന വാക്കിൽ നിന്ന് ഉൾക്കൊണ്ടില്ല. അതാണ് അതിൻ്റെ കാര്യം. അത് നിങ്ങൾ പറയുന്ന വാക്കിൽ ഞാൻ ഉൾക്കൊണ്ടു. അതായത് എൻ്റെ മനസ്സിൽ പകർത്തി ടൈപ്പ് ചെയ്തതുപോലെ പകർത്തി. അതായത് ഇൻ്റർനെറ്റ് കയറ്റി. അതായത്
ഇതിലേക്ക് എത്തി. പക്ഷെ നിങ്ങൾ പറയുന്ന വാക്ക് എൻ്റെ മനസ്സിലുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് കാര്യം. നിങ്ങളുടെ മനസ്സ് എന്നിലുണ്ട് ആ. എപ്പോഴും. ഈ എൻ്റെ മനസ്സ് നിങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതറിയൂലല്ലോ അറിയില്ല. അറിയൂലല്ലോ. അപ്പോൾ അതാണ് നിങ്ങളുടെ മനസ്സ് എൻ്റെ മനസ്സിലുണ്ട്. ആ അതാണ് ഈ സംസാരം. അറിയാം. മേടിക്കാനുള്ള ഒരു സന്ദേശം ഇതിൻ്റെ ഒരു കോടി ഞാൻ താങ്ങില്ല. ഇതിൻ്റെ ഓക്കെ, നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് 20 കോടി മേടിക്കാനുള്ള ധൈര്യമുണ്ട്. സന്ദേശം ചുമ്മാ ഇരി. കേട്ടോ. ഇങ്ങനത്തെ നിങ്ങൾ ഇഷ്ടം. ഞാൻ പറയുമ്പോൾ പറഞ്ഞു. ഇനി എന്താണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അറിയാം.